അനുമോള് കിച്ചണിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ അനുമോള് പാത്രം കഴുകാൻ പറഞ്ഞ് അനുമോള് കഴുകത്തില്ലെന്ന് പറഞ്ഞ് അനുമോള് ബാത്റൂം ഏരിയയിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ തർക്കം നടക്കുകയാണ്. അനുമോള് പാത്രം ഇപ്പോൾ കഴുകണം, നൈറ്റ് പാത്രങ്ങൾ അനുമോള് കഴുകണം. അത് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് ഷാനവാസിനും ആദിലയ്ക്കും നൂറയ്ക്കും നിവിനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. നൂറ് പറയുന്നത് ഈ പാത്രം ആര് കഴുകും, അനീഷ് ആര് പറയൂ അനീഷ്. അനീഷിനെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കുകയാണ് നൂറ. എന്നിട്ട് ഞാൻ നല്ല ക്യാപ്റ്റനല്ല, എൻ്റെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു, അതല്ലേ പറയാൻ വരുന്നത്. അനീഷ് പറഞ്ഞ് കുറച്ച് പക്വതയായിട്ട് ചിന്തിക്കുക. ഒരാൾക്ക് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ഇട്ട് നിർബന്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നത്. നിങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല, നിങ്ങൾ അനുമോൾക്ക് സൈഡേ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് അനുമോളാണ് പെർഫെക്റ്റ്, ഞങ്ങൾ ശരിയല്ല. നിങ്ങൾ അനുമോളുടെ സൈഡേ നിൽക്കത്തുള്ളൂ. അനീഷ് ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങൾ പൊക്കോളൂ. നിങ്ങളോട് ഇനി ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ലെന്ന് അനീഷിനെ ഒരുമാതിരി ആട്ടി വിടുന്ന കണക്ക് സംസാരിക്കുന്നത് ആദിലയും നൂറയും. അപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കേൾക്കണ്ട, നിങ്ങളോട് ഞങ്ങളൊന്നും ചോദിച്ചിട്ടുമില്ല, നിങ്ങളൊന്നും പറയുകയും വേണ്ട. അപ്പം ഇത് കിച്ചൻ ടീമിൻ്റെ തീരുമാനമല്ലേ, അക്ബറല്ലേ തീരുമാനിക്കേണ്ടത് ആരാ പാത്രം കഴുകേണ്ടതെന്ന് ഷാനവാസ് ചോദിക്കുന്നത്. അത് അക്ബർ പറയട്ടെ, അനീഷ് എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നതെന്ന്. അനീഷ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അനീഷ് നൂറെടുത്ത പറഞ്ഞത്, നിങ്ങളൊരു ക്യാപ്റ്റനല്ലേ, നിങ്ങളടുത്ത് പറയുമ്പം നിങ്ങളത് പക്വതയായിട്ട് കേട്ടിരിക്കുക, അതെല്ലാം കേൾക്കാതെ നിങ്ങൾ പറയാൻ സമ്മതിക്കാതെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ അനീഷ് പറയുന്നത്. നിങ്ങൾ അനുമോളുടെ സൈഡല്ലേ പറയത്തുള്ളൂ, നിങ്ങൾ അനുമോളല്ലേ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. കുറച്ച് മതി, കുറച്ചങ്ങ് നിർത്ത്. ആദിലയും നൂറയും ഷാനവാസും എല്ലാം കൂടെ സംസാരിക്കുകയാണ്. അനുമോൾ ഒന്നും മിണ്ടുന്നില്ല, പാത്രം കഴുകത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് അനുമോൾ നിൽക്കുന്നത്. രാത്രിയിലത്തെ പാത്രം കഴുകാം, ഇപ്പം വെച്ചുണ്ടാക്കിയ പാത്രങ്ങൾ കഴുകാൻ പറ്റത്തില്ലെന്ന് അനുമോൾ പറയുന്നു. രാത്രിയിൽ കഴിച്ചിട്ട് ഇടുന്ന പാത്രങ്ങളും കുക്ക് ചെയ്ത പാത്രങ്ങളും കഴുകാമെന്ന് അനുമോൾ പറയുന്നു. അപ്പോൾ അനുമോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതല്ലേ, അപ്പോൾ അവർ പറയുന്നത് അക്ബറായിരുന്നു പാത്രം കഴുകുന്നത്, അക്ബറിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ്, അപ്പം ഇനി അക്ബർ കഴുകത്തില്ല, അനുമോൾ കഴുകണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അനുമോളുടെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടല്ല അനുമോൾ നിൽക്കുന്നത്. അപ്പോൾ അനുമോൾ എന്തിനാണെന്ന് അനീഷ് ചോദിക്കുന്നത്. അപ്പം നൂറ ചോദിക്കുന്നത്, അപ്പോൾ ആര് കഴുകും, ആ പാത്രം ആര് കഴുകും, അനീഷ് പറയൂ എന്ന് ഭയങ്കര ധിക്കാരമായിട്ടൊക്കെ സംസാരിക്കുകയാണ് നൂറ. എന്നിട്ട് നൂറ തന്നെ അനീഷിൻ്റെ അടുത്ത് വഴക്കിട്ടിട്ട് അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് നൂറ.